ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദക്ഷിണ റെയിൽവേക്ക് കേരയിൽ കത്ത് നൽകി. DPR സ്പീഡ് കോറിഡോറായി തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിട്ടുള്ളത്. അതിവേഗ പാത എന്ന അടിസ്ഥാന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും റെയിൽ വ്യക്തമാക്കുന്നു. റെയിൽവേ ഭൂമി കൈമാറുന്നതാണ് പ്രശ്നമെങ്കിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ തയ്യാറാണെന്നും റെയിൽ അറിയിച്ചിട്ടുണ്ട്. ശ്രീജിത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഗുഡ് ഈവനിങ്. ശ്രീജിത്ത്, നമ്മുടെ വിമൻസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. അപ്പം ഇപ്പോൾ ഈ കുറച്ച് നാളുകളായി റെയിലിനെ കുറിച്ച് അധികം അങ്ങനെ വലിയ ചർച്ചകളും അതൊന്നും കേൾക്കുന്നുണ്ടായില്ല. ഇപ്പോൾ വീണ്ടും കേൾക്കുന്നു. അത് കൃത്യമായിട്ട് ഇതിൽ വ്യക്തതയോടുകൂടി തന്നെ ഒരു വിവരം വരുന്നു എന്നുള്ളതാണ് അല്ലേ? സ്മിത, ഗുഡ് ഈവനിങ്. കേരളയുമായി ബന്ധപ്പെട്ട പദ്ധതി, സിൽവർ ലൈൻ പദ്ധതിയെപ്പറ്റി കഴിഞ്ഞ കുറേ കാലങ്ങളായി അധികമൊന്നും കേൾക്കാനില്ലായിരുന്നു. എന്നാൽ ദക്ഷിണ റെയിൽവേക്കും കേരള കോർപ്പറേഷനും ഇടയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഡിസംബർ 4, 5, 6 തീയതികൾ കൊച്ചിയിൽ വെച്ച് കേരളയിലും ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടന്നിരുന്നു. ദക്ഷിണ റെയിൽവേ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി കടന്നു പോകാൻ കഴിയുന്ന വിധം ഈ നിലവിലുള്ള സിൽവർ ലൈനിൻ്റെ അലൈൻമെൻറ്റ് അത് ബ്രോഡ് ഗേജ് പാതയാക്കി മാറ്റണമെന്ന ആവശ്യമാണ് ഉന്നയിച്ച്. ഇതനുസരിച്ച് DPRൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യമാണിപ്പോൾ കേരള കോർപ്പറേഷൻ, അതായത് സിൽവർ ലൈൻ പദ്ധതിയുടെ പ്രായോജകരായ കേരളയിൽ തള്ളിയിരിക്കുന്നത്. അതിവേഗ റെയിൽ എന്നുള്ള ആശയത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഡെഡിക്കേറ്റഡ് അതിവേഗ റെയിൽവേ ലൈൻ എന്ന അടിസ്ഥാന ആവശ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനില്ല. എന്നാൽ റെയിൽവേ ഭൂമി വിട്ടുകൊടുക്കുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നമെങ്കിൽ DPRൽ മാറ്റം വരുത്താൻ തങ്ങൾ ഒരുക്കമാണ്. ഇതല്ലാതെ ഈ ഹൈസ്പീഡ് റെയിൽ കോറിഡോർ എന്ന സങ്കല്പത്തിൽ നിന്ന് മാറാനോ വ്യതിചലിക്കാനോ തയ്യാറല്ല എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. ഈ വന്ദേ ഭാരത് ട്രെയിൻ അടക്കമുള്ള കടന്നു പോകാൻ കഴിയുന്ന ബ്രോഡ് ഗേജ് പാതകൾ ഉണ്ടെങ്കിൽ അത് റെയിൽവേയുടെ പാതകളിലേക്ക് മാറ്റി നവീകരിക്കണം. എന്നാൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന DPR അടക്കം പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലാത്തവയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കേരള കോർപ്പറേഷൻ ഇപ്പോൾ ദക്ഷിണ റെയിൽവേക്ക് കത്ത് നൽകിയിരിക്കുന്നത്. മെട്രോമാൻ E. ശ്രീധരനും സംസ്ഥാന സർക്കാരിൻ്റെ കേരളയിലെ ഈ വാദത്തെ പിന്തുണച്ചിട്ടുണ്ട്. ഒട്ടും ദീർഘവീക്ഷണമില്ലാത്തൊരു നിർദ്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് ദക്ഷിണ റെയിൽവേ നൽകിയിരിക്കുന്നതെന്നാണ് മെട്രോമാൻ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവന് അയച്ച കത്തിലാണ് മെട്രോ ശ്രീധരൻ ഈ അഭിപ്രായം പങ്കുവച്ചത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ദക്ഷിണ റെയിൽവേയുടെ നിർദ്ദേശങ്ങൾ തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളയിൽ അക്കാര്യം വ്യക്തമാക്കിയാണ് കത്തയച്ചിട്ടുള്ളത്.